ഭയത്തിന് മനുഷ്യരെ തളർത്താനും പുരോഗതിയെ തടസ്സപ്പെടുത്താനും സമാധാനം കവർന്നെടുക്കാനും കഴിയും. അങ്ങനെ ഭയത്തിൻ്റെ പിടിയിൽ അമർന്ന് ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാതെ തളർന്നിരിക്കുന്ന പലരെയും നാം നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ദൈവമക്കൾക്ക് ദൈവം ഉണ്ടെന്നുള്ള കാരണത്താൽ ഭയത്തിനടിമപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഭയപ്പെടരുത് എന്ന് തിരുവചനം ആവർത്തിച്ച് നമ്മോട് ആജ്ഞാപിക്കുന്നത്. അതിലൊരു വാക്യം ശ്രദ്ധിക്കുക. യെശയ്യാപ്രവചനം 41 അധ്യായത്തിൻ്റെ 10 വാക്യം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൈവമക്കൾ ഭയത്തിന് കീഴ്പ്പെട്ടാൽ അവർക്ക് ദൈവമില്ല എന്ന് വരും. ദൈവമുള്ളവർക്കും ദൈവാശ്രയമുള്ളവർക്കും നേരെ ഭയത്തിനടുക്കുവാൻ കഴിയുകയില്ല. ദൈവ സാന്നിധ്യത്തിൻ്റെയും ദൈവിക ശക്തിയുടെയും ആത്മവിശ്വാസത്തിൽ നടക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കയാൽ ഭയത്തെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയും. ഭയം നമ്മുടെ ഹൃദയങ്ങളെ പിടികൂടാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ നമുക്ക് ശക്തി കണ്ടെത്താനാകും. കർത്താവ് നമ്മോടൊപ്പം ഉണ്ടെന്നുള്ളതിനാൽ തൻ്റെ ശക്തമായ കരങ്ങളിൽ നമ്മെ പിടിച്ചിരിക്കുന്നു. അനിശ്ചിതത്വത്തിൻ്റെ പശ്ചാത്തലമുണ്ടാകട്ടെ, കാർമേഘം ഇരുണ്ടുകൂടട്ടെ, പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ ഇന്നലത്തേക്കാൾ കൂടുതലായി ഇന്ന് ആഞ്ഞു വീശട്ടെ, പ്രതീക്ഷകൾ അസ്തമിക്കുന്ന നിമിഷങ്ങൾ മുന്നിലുണ്ടാകട്ടെ. ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് നമ്മെ വിടാത്തിടത്തോളം നാം കർത്താവിൽ സുരക്ഷിതരാണ്. നമ്മെ തകർക്കുവാനോ തളർത്തുവാനോ നശിപ്പിക്കുവാനോ ദൈവം ആരെയും ഒരു ശക്തിയെയും അനുവദിക്കുകയില്ല. ഏതെങ്കിലും കാരണവശാൽ ആരെങ്കിലും ഭയപ്പാടോടുകൂടി ഇന്നായിരിക്കുന്നുവെങ്കിൽ ഭയത്തെ മറികടക്കാൻ കാഴ്ചപ്പാടിൽ ഒരു മാറ്റം ആവശ്യമായിരിക്കുന്നു. നമ്മുടെ ഉത്കണ്ഠകളിൽ മുഴുകുന്നതിന് പകരം ദൈവവചനത്തിലെ സത്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നാം സേവിക്കുന്ന ദൈവം നാം അഭിമുഖീകരിക്കുന്ന ഏതൊരു ഭയത്തേക്കാളും വലിയവനും ശക്തനുമാണ് എന്നുള്ള ചിന്തയും നമ്മെ ഭരിക്കേണ്ടിയിരിക്കുന്നു. ആവശ്യമില്ലാത്ത തോന്നലുകളിലല്ല, അർപ്പണ മനോഭാവത്തോടെയുള്ള ദൈവാശ്രയമത്രേ നമുക്ക് ആവശ്യം. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിളിയും അവിടുത്തെ പദ്ധതികളും ശ്രേഷ്ഠമാണ്. അത് നമ്മിൽ നിറവേറ്റപ്പെടുവാനായി ആത്മവിശ്വാസത്തോടെ തന്നെ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് നടന്നു നീങ്ങാം. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.